ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ത്യയിലായാലും പുറത്തായാലും ലോകത്തെവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഇതേ ഫീൽഡ് തന്നെയാണ്, ഇതേ ജോബ് തന്നെയാണ് എവിടെ പോലും ചെയ്യേണ്ടത്. കുറച്ചൊക്കെ യൂട്യൂബൊക്കെ നോക്കി അങ്ങനെ, പക്ഷേ അത് റെഡി ആവില്ല. നമ്മൾ കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആരുടെങ്കിലും അടുത്ത് പോയി പഠിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കോഴ്സ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ദുബായ് പ്രൊജക്ട്സ് ആയിരുന്നു മെയിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. അപ്പോൾ പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ട് നമുക്ക് പിന്നീട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു ജോബ് ചെയ്ത ഫീൽഡിൽ തന്നെ നമുക്ക് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ജോബ് ചേഞ്ച് പോലെയാണ് തോന്നിയത് കൂടുതൽ, ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് മാറുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നുള്ളത്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നത്, അവിടുത്തെ ചേഞ്ചസും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇവർ ഓൺ പ്രൊജക്ട്സും ചെയ്യുന്നുണ്ട് കൂടെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ജോബിൻ്റെ എൻവയോൺമെൻറ്റ് തന്നെ ഇവിടെ ഉണ്ടാവും തോന്നി. ഒന്നുകൊണ്ടും പഠിച്ചാൽ ഒരിക്കലും വെറുതെ ആവില്ല. കാരണം ഇതിൻ്റെ ഒരു മാർക്കറ്റ് ഇപ്പോഴും ബൂം ചെയ്തുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസാണ് ഇന്ത്യയിലും പുറത്തും നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് BIM പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനായിട്ട് ഞാൻ പറയുകയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ടൈം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും പറ്റും. ആ ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ടാവും. അപ്പം മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഫീൽഡാണ്.